പുറം പള്ളിപ്പുറത്ത് വിവാഹം നടക്കാനിരുന്ന ദിവസം യുവാവിനെ കാണാതായ കേസിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കരിന്തല വീട്ടിൽ വിഷ്ണുവിനെയാണ് കാണാതായത്. വിവാഹാവശ്യത്തിനായുള്ള പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് യുവാവ്. മലപ്പുറത്ത് കാണാതായ വിഷ്ണുജിത്തിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വിഷ്ണുജിത്ത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ CCTV ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. അനുമോദ്, വിഷ്ണുജിത്ത് അതായത് വിവാഹ ആവശ്യത്തിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് മലപ്പുറത്തു നിന്നും പാലക്കാട്ടേക്ക് പോയത്. വിഷ്ണുജിത്ത് തിരിച്ചെത്തിയിട്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും സൂചനയുണ്ടോ വിഷ്ണുജിത്തിനെ സംബന്ധിച്ച്? ടോം, 4-ാം തീയതിയാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. ഇപ്പോൾ പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ 4-ാം തീയതി പാലക്കാട് KSRTC ബസ് ടെർമിനലിലെ അവിടെ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണുള്ളത്. അതായത് വിവാഹത്തിന്റെ ആവശ്യത്തിനായിട്ട് പണം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പാലക്കാട്ടേക്ക് പോയത് എന്നാണ് കുടുംബം പറയുന്നത്. അദ്ദേഹം പാലക്കാട് കഞ്ചിക്കോടാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു കേക്ക് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ സുഹൃത്തുക്കളെ കണ്ട് അവരിൽ നിന്നും പണം സംഘടിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം പോയത് എന്നാണ് കുടുംബം കരുതുന്നത്. പോലീസ് മലപ്പുറം DYSP നേതൃത്വ സംഘം തന്നെ പാലക്കാട് ക്യാമ്പ് ചെയ്ത് ഇപ്പോൾ ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. അന്ന് കഞ്ചിക്കോട് പരിസരത്ത് എവിടെയോ വെച്ചാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യാൻ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സാധിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ സാധ്യതയാണ് കാണുന്നത്. ഒന്ന്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു വിഷ്ണു എന്നാണ് കുടുംബത്തോടെടുക്കുന്നവരും പോലീസും ഒക്കെ തന്നെ നൽകുന്ന വിവരം. ഒരുപക്ഷെ ഈ ഒരു വിവാഹത്തിന്റെ സാമ്പത്തിക ചെലവ് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം മാറി നിൽക്കുന്നതാകുമോ എന്ന സംശയമുണ്ട്. 2, ഏതെങ്കിലും വിധത്തിൽ മിസ്സിംഗ് ആയിട്ട് മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് ദുരൂഹമായ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും കുടുംബം വളരെ ആശങ്കയിലാണ്, സങ്കടത്തിലാണ്. കാരണം ഏറ്റവും സന്തോഷകരമായിട്ട് കഴിഞ്ഞു പോകേണ്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ അവരുടെ കുടുംബത്തിനെ സംബന്ധിച്ച്. ആ ദിവസമാണ് ശോകമുഖമായിട്ട് വിഷ്ണുവിനെ കാണാതെ ആ കുടുംബം മുഴുവൻ കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മലപ്പുറം DYSP നേതൃത്വ സംഘം തന്നെയാണ് ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുജിത്ത് എവിടേക്ക് തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമോ, അല്ലെങ്കിൽ തമിഴ്നാട് കോയമ്പത്തൂർ, ഈ കഞ്ചിക്കോട് അടുത്താണ് ജോലി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ മേഖലയിലൊക്കെ അദ്ദേഹത്തിന് പരിചിതരായ ആളുകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് പോകാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പാലക്കാട്, കോയമ്പത്തൂർ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടോം, അനുമോദ്, എന്തെങ്കിലും സംശയം കുടുംബത്തിനുണ്ടോ? കാരണം വിഷ്ണുജിത്തിന്റെ കൈവശം പണമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോ മറ്റേതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും രീതിയിൽ ഒരു ദുരൂഹത കുടുംബം സംശയിക്കുന്നുണ്ടോ ഈ വിഷ്ണുജിത്തിന്റെ തിരോധാനത്തിൽ? വിഷ്ണുജിത്ത് കുറെ കാലങ്ങളായിട്ട് പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നത്. വീട്ടുകാരുമായിട്ട് നല്ല ബന്ധം തന്നെയാണുള്ളത്. പക്ഷേ സാമ്പത്തികമായിട്ട് ചില പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൈവശം പണം 1 ലക്ഷം രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ പണം ഈ ചെലവുകൾക്കും മറ്റും ആവശ്യമായത് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. ഒരുപക്ഷെ ആ പണം കിട്ടാത്തത് കൊണ്ടാകാം അതിന്റെ നിരാശയോ അല്ലെങ്കിൽ വിവാഹം മുടങ്ങുമോ എന്ന ആശങ്കയോ കാരണം അദ്ദേഹം മാറി നിൽക്കുകയാണോ എന്നും പറയാനാകില്ല. അതല്ലെങ്കിൽ അദ്ദേഹം മറ്റേതെങ്കിലും സാഹചര്യത്തിൽ പെട്ടുപോവുകയാണോ, ഈ പണം ഇദ്ദേഹത്തിന് കൈവശം പണം ഉണ്ടെന്ന് കണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും വല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും പറയാൻ കഴിയില്ല. എന്നാലും ദുരൂഹത ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം ഇത്രയും ദിവസം ഈ വീടുമായി കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലാതെ, പ്രത്യേകിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായ വിവാഹത്തിന്റെ ദിവസം പോലും അദ്ദേഹം ഇവിടെ എത്തിച്ചേരാതെയും ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെയും ഒരു സാഹചര്യം തീർക്കുക എന്നുള്ളത് തീർത്തും ദുരൂഹമായ സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം അത് ഇപ്പോൾ പുരോഗമിക്കുന്നതിന് അതിനും കൂടുതലായി ഊർജ്ജസ്വലമായ ഒരു അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ആളെ കാണാതായിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കല്യാണം ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ എവിടെയാണ് എന്താണെന്ന തരത്തിൽ ഒരു വിവരവും ആർക്കും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് കുടുംബം കാണുന്നത്. എന്താണെങ്കിലും മലപ്പുറം പോലീസും ഇത് അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത്. DYSP നേരിട്ടാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ കേസ് മിസ്സിംഗ് കേസ് ആയതുകൊണ്ട്
തന്നെ ഇതിന്റെ എല്ലാ വിവരങ്ങളും എപ്പോഴും നൽകാൻ കഴിയില്ല എന്നൊരു അഭിപ്രായമാണ് പോലീസ് പങ്കുവെക്കുന്നത്. കാരണം ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അബ്സ്കോണ്ടിംഗ് ആണെങ്കിൽ ഈ മാധ്യമങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് കേസന്വേഷണത്തെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. ടോം. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പള്ളിപ്പുറത്താണ് വിവാഹം നടക്കാനിരുന്ന ദിവസം യുവാവിനെ കാണാതായത്. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.